ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇപ്പൂസ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്നും പറയണില്ല. അപ്പൊ നമ്മുടെ ഇന്ന് ഫസ്റ്റ് ട്രാവൽ വ്ലോഗാണ് കേട്ടോ. ഞങ്ങളിപ്പം എവിടെ സ്ഥലം? നേര്യമംഗലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 8:30 മണിയായി. ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ അവിടെ ഒരു 9:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്താലോ. മൂന്നാറേക്കാണ് പോകുന്നത് കേട്ടോ. മൂന്നാറ് എവിടെയാണ്? മാങ്കുളത്തേക്കാണ് പോണത്. അപ്പൊ ആ ഒരു ടൈമിൽ എത്താലോ എന്ന് വിചാരിച്ച് 6 മണിക്ക് ഇറങ്ങാന്നൊക്കെ പ്ലാൻ ചെയ്ത്. പക്ഷെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയത് കൊണ്ട് കാക്ക അതിന്റെ പുറകെയൊക്കെ ആയിട്ട് 3 മണിയായപ്പോഴാണ് വന്ന് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് 6 മണി എന്നുള്ളത് ഞങ്ങൾ പതിയെ 8:30 9 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പൊ വീട്ടിൽ നിന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ടൊക്കെ വന്നത്. അപ്പൊ ഇവിടെ എത്തിയപ്പം എല്ലാവർക്കും വിശപ്പൊക്കെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയേക്കണേണ്. നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വ്ലോഗാണ് കേട്ടോ. അപ്പൊ ഇൻഷാല്ല ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കുറേ കാണാം. ഒരാള് ദേ എത്തിയില്ലേ, സ്വിമ്മിങ് പൂളിൽ കുളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. സ്വിമ്മിങ് സ്യൂട്ടല്ല, അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന പിള്ളേ സ്വിമ്മിങ്ങിന് യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സ്വിമ്മിങ് പൂൾ എത്തിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോറടിച്ച് ചത്ത് കുത്തി നടക്കണേണ്. ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് അതിന് പോലും കഴിയൂല. ഭയങ്കര വെയിറ്റാണ് ഇപ്പം ഇപ്പൂസിന്. ബാ ഇങ്ങോട്ട്. അപ്പൊ ഗൈസ്, നമ്മള് മൂന്നാറേക്ക് മാങ്കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അഖിൽ ദേവ്, ഞങ്ങൾ ഡ്രൈവറായിട്ട് നിയമിച്ചേക്കുന്ന അഖിൽ ദേവും അവന്റെ വൈഫുമാണ് ഞങ്ങളുടെ പുറകില്. ചത്തുമലച്ച് കിടപ്പുണ്ട്. ടൂറ് പോകാൻ നേരം അടിച്ചു പൊളിക്കും. മാങ്ങാത്തൊലിയാണ്, മലപ്പുറം കത്തി അമ്പും വില്ലെന്ന് പറഞ്ഞിട്ട് വാള് വെച്ച് ഛർദിച്ച് ഇവിടെ കിടന്ന് സുമയ്യ ഉറങ്ങണാണ്. കൂടെ അതുകൊണ്ട് തീയാനുണ്ട്. വഴി ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കുവാണ്. ഇവിടെ ഒരു സ്പൈസസ് ഗാർഡൻ ഉണ്ട്. അവിടെ നമ്മളൊരു ആന സഫാരി ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇപ്പോന് ആനപ്പുറത്ത് കയറണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. കുറെ നാളായി ആനയുടെ മേളിൽ കയറണം. അപ്പൊ ഞങ്ങള് ആനപ്പുറത്ത് കയറാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഇപ്പൂസ് കുഞ്ഞായിരുന്നപ്പോ ഞങ്ങൾ വന്നിട്ടുണ്ട് ഇതേപോലെ ആനപ്പുറത്തൊക്കെ. 4 മാസം ഉള്ളപ്പം കേറിയതാണ്. ഇപ്പൊ അതൊന്നും ഓർമ്മയില്ലല്ലോ അവന്. ഭയങ്കര ആഗ്രഹം. പിന്നെ ആദ്യപ്പൂന ആനപ്പുറത്ത് കയറ്റണം. ഓക്കെ, ഇപ്പം മാങ്കുളം പോകുന്ന വഴിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാലോ അല്ലെ, വെള്ളം വെള്ളം ഒരു പുഴയാന്നാ പറഞ്ഞേട്ടോ. ഇത് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ ഞങ്ങൾ ഈ റോഡ് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് മഴ പൊടിഞ്ഞായിരുന്നു. പക്ഷെ കുറച്ചങ്ങ് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ റോഡൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടക്കുക. മഴ പെയ്തതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. പക്ഷെ ഈ റോഡ് സ്റ്റാർട്ട് ചെയ്തപ്പം ചെറിയ രീതിയിൽ മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല അടിപൊളി തണുപ്പാണേ. ഇതേക്കാക്കി അതും കൂടിയിട്ട് പോവാണ് കേട്ടോ. ഫ്രണ്ടില് കട ഫ്രണ്ടും വൈഫും ഇപ്പം കൂടെ മുന്നേ പോയി. ഞാനിതൊന്ന് കാണിക്കാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ.
എന്താ നല്ല 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 തണുപ്പാണ് ട്ടാ. ഐസ് വെള്ളം നല്ല ഐസ്. അതൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അടിപൊളിയാണ്, അടിപൊളി അടിപൊളി. നമ്മളപ്പോൾ കുറച്ച് നേരം ആ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ നിന്നിട്ട്, അവിടെ ഇറങ്ങിയൊന്നുമില്ല, കുറച്ച് നേരം നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ പോന്നിട്ടാ. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടുന്ന് ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ അത് കരച്ചിലും വെള്ളമൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കലും കഴിഞ്ഞായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് റൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ കാർ അങ്ങോട്ടേക്ക് പോവില്ല, കുറച്ച് ഓഫ് റോഡാണ് അവിടെ. അതുകൊണ്ട് അവരുടെ ജീപ്പിലാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ വേറൊരിടത്ത് പാർക്ക് ചെയ്തിട്ട് അവരുടെ ജീപ്പിലേക്ക് നമ്മുടെ ലഗേജൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് റൂമിലേക്ക് പോകുന്നത്. അപ്പം നാളെ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഈ ഒരു പാലം കണ്ടോ ഈ കാണുന്നത്, അവിടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് അടുത്ത ദിവസമാണ്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതേപോലെ പിന്നെന്താ ട്രക്കിങ്ങോ, ആനക്കുളം, പിന്നെ വേറെ എന്തോ കാടിനുള്ളിലേക്കൊക്കെ ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാവേ. പിന്നെ ഇവിടെ നമ്മളിനി ജീപ്പിലാണ് പോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ജീപ്പിൽ പോയാലേ പറ്റുള്ളൂ. വണ്ടി ഓഫ് റോഡ് ആയതുകൊണ്ട് കാറ് പോകത്തില്ല. പിന്നെ ജീപ്പിൽ കാറ് അപ്പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ജീപ്പിൽ നമ്മൾ പോകും. മാത്രമേ കൊടുക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും വിളിക്കാം. നോടിയില്ലല്ലേ ആ കാണുന്ന മലയുടെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. മലയുടെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ റോഡ് വഴി ഇവിടെ വരെ എത്തിയത്.
അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ റൂം ഉള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഓരോ റൂമിനും സെപ്പറേറ്റ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. അപ്പോൾ ഇൻഷാല്ല ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ കുറേ ലെങ്തി ആയി പോകും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് പിശുക്ക് കാണിക്കരുത് കേട്ടോ. പിശുക്കില്ലാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.